ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 20 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് തൻ്റെ വിശുദ്ധമായ പ്രബോധനങ്ങൾ യഹൂദ മക്കൾക്ക് പങ്കുവച്ച് പാലസ്തീനായുടെ തെരുവീഥികളിലൂടെ യേശു നടന്നു പോകുന്ന കാലം. ഈശോയുടെ വചനത്തെയോ ഈശോയെയോ മുഖവിലേക്കെടുക്കാനും വിശ്വസിക്കാനും യഹൂദ നേതൃത്വത്തിന്, ഫരിസേയ നിയമജ്ഞ വിഭാഗത്തിനും പ്രമാണിമാർക്കും ഒന്നും സാധിച്ചിരുന്നില്ല. അവരുടെ അധികാരത്തെയും താൻ പോരുമയെയും പ്രകടനപരതയുമെല്ലാം കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ നിഴലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് അംഗീകരിക്കപ്പെടുന്നതും മറ്റുള്ളവരുടെ കയ്യടി നേടുന്നതും അവർക്ക് അസഹ്യമായിരുന്നു. ബോധപൂർവം യേശുവിനെ കൊച്ചാക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ പ്രയോജനപ്പെടുത്തുകയാണ്. ഫരിസേയരും നിയമജ്ഞരും ചേർന്ന് യഹൂദ ജനതയുടെ ഇടയിൽ അടിച്ചിറക്കിയ വലിയൊരു നോട്ടീസാണ്. അവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. പിശാചിനെ ബഹിഷ്കരിക്കാൻ പിശാചുക്കളുടെ തലവനെ അവൻ ഉപയോഗിക്കുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ വാക്കുകൾക്കുള്ളിൽ കിടക്കുന്ന മൗഢ്യം അവിടുന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി അവിടുന്ന് പ്രതിരോധിക്കുന്നുണ്ട്. പിശാചിന് അവരുടെ നേതാവിനെ കൊണ്ട് എങ്ങനെയാണ് അവരെ തന്നെ പുറത്തു കളയാൻ സാധിക്കുക? ഈശോയുടെ ചോദ്യത്തിന് ശേഷം അവിടുന്ന് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും. കിട്ടിയ അവസരങ്ങളൊക്കെ പ്രബോധനങ്ങളുടെ വേദികളാക്കി മാറ്റുകയാണ് യേശു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വെച്ചു, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ. അവിടുത്തോട് ചേർന്നിരിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വഴി സ്വന്തമാക്കാനാകുമെന്ന് പറഞ്ഞു വെച്ചിട്ട് തന്നെ കുറ്റപ്പെടുത്തിയ ഫരിസേയരെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഏതു പാപവും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ചെയ്യുന്ന പാപം നിങ്ങളുടെ നിത്യനാശത്തിന് കാരണമായി മാറും. യഹൂദ നേതൃത്വത്തിൽ നിന്ന് ഒരിക്കലും അവനനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകില്ല എന്ന് പിൽക്കാലത്തും നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അവനെ അനുധാവനം ചെയ്തത് ഈ പറയപ്പെട്ട ഫരിസേയ പ്രമുഖന്മാരും ജനപ്രമാണികളൊന്നുമല്ല, സാധാരണ ജനങ്ങളാണ്. പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം നിന്റെ നിത്യനാശത്തിന്, ദൈവത്തിൻ്റെ വലിയ കോപത്തിന് കാരണമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോ പറഞ്ഞ അവസാനത്തെ തിരുവചനത്തിൻ്റെ ആ പൊരുൾ മാത്രം നമുക്കൊന്ന് ഏറ്റുപിടിക്കാം. നാം ചെയ്യുന്ന എല്ലാ പാപവും ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഈ ലോകത്തിൽ ക്രിസ്ത്യാനി എന്ന ഒരു ഐഡൻറ്റിറ്റി നമുക്കുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ആ ആത്മാവിൻ്റെ ആത്മചൈതന്യത്തെ നഷ്ടപ്പെടുത്തി പിന്നെ നാം എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അത് യേശുവിൻ്റെ പേരിൽ നടത്തുന്ന അത്ഭുതങ്ങളോ അടയാളങ്ങളോ സാമൂഹ്യ സേവന പരിപാടികളോ എന്തുമായിക്കൊള്ളട്ടെ, ആത്മാവിൻ്റെ അടിസ്ഥാന പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എങ്കിൽ അത് നിത്യപാപത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് യേശു. നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, ഞാനും നിങ്ങളും ക്രിസ്ത്യാനിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം മറന്നുപോയി ആത്മചൈതന്യം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മിലുണ്ടായാൽ യേശുവിനെ ദിവ്യകാരുണ്യത്തിൽ കാണാൻ, വിശുദ്ധ വചനത്തിൽ കാണാൻ, അവൻ്റെ തിരുസ്വരൂപങ്ങളിൽ അവൻ്റെ മുഖം ദർശിക്കാൻ ഒക്കെ
നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ദിവികാരണീശോയെ ചേർത്ത് പിടിക്കാൻ, തിരുവചനത്തെ ഉപാസിക്കാൻ, അവൻ്റെ തിരുസ്വരൂപങ്ങളെ വണങ്ങാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം. ആത്മചൈതന്യമുള്ളവരായി, ആത്മീയ പരിവേഷമുള്ളവരായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ആത്മാവിനെ തള്ളിപ്പറയുന്ന ഒരു ചിന്ത പോലും ഞങ്ങളിൽ ഉണ്ടാകാൻ അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.